പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദത്താപഹാരം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദത്താപഹാരം വംശ്യർക്കുമത്തലേകിടുമെന്നത് വ്യർത്ഥമല്ല പുരാഗീരിതെത്രയും സത്യമോർക്കുക. ദത്താപഹാരം വംശ്യർക്കുമത്തലേകിടുമെന്നത് വ്യർത്ഥമല്ല പുരാഗീരിതെത്രയും സത്യമോർക്കുക. ദത്താപഹാരം കൊടുത്തത് തിരിച്ചെടുക്കൽ. വംശ്യർക്കും വംശത്തിലുള്ളവർക്കും അത്തലേകിടും എന്നത് ദുഃഖകരമായി ഭവിക്കും എന്നുള്ള പുരാഗീര് എന്ന് പറയാൻ പഴഞ്ചൊല്ലെന്നാണ്. ഇതെത്രയും സത്യം, ഇത് വളരെ ശരിയാണ്, സത്യമായിട്ടുള്ളതാണ്, വ്യർത്ഥമല്ല, ഇത് അർത്ഥശൂന്യമല്ല. ഓർക്കുക, മറക്കാതിരിക്കുക. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. കൊടുത്തത് തിരിച്ചെടുത്താൽ എടുക്കുന്നവന് മാത്രമല്ല അവൻ്റെ വംശത്തിൽപ്പെട്ടവർക്കും അത് ദുഃഖത്തിനിടയാക്കും. അർത്ഥവത്തായൊരു പഴമൊഴിയാണിത്. ഇതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം. കൊടുത്തത് തിരിച്ചെടുക്കുക എന്നുള്ളത് ദത്താപഹാരം എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം മാത്രമാണ്. ഭൗതിക വസ്തുക്കളുടെ കൊടുക്കലും തിരിച്ചെടുക്കലും മാത്രമല്ല ദത്താപഹാരം എന്ന സംജ്ഞയുടെ അർത്ഥപരിധിയിൽ വരുന്നത്. അധികാരം, പദവി, പുരസ്കാരം, ബഹുമതി തുടങ്ങിയ മൂല്യങ്ങളുടെ അവമതിക്കലും തിരസ്കാരങ്ങളുമെല്ലാം ദത്താപഹാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. സമൂഹജീവിയായ മനുഷ്യൻ ഇപ്പറഞ്ഞവയിലെല്ലാം വൈകാരികത പുലർത്തുന്നവൻ കൂടിയാണ്. വൈകാരികത വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് വംശീയ വികാരമായി പരിണാമപ്പെടുകയും ശത്രുതയ്ക്ക് കാരണമായി തീരുകയും ചെയ്താൽ അതുമൂലമുണ്ടാകുന്ന വിപത്ത് നിയന്ത്രണാതീതമായി ഭവിക്കുന്നതാണ്. വ്യവസ്ഥാപിത സംവിധാനങ്ങളിലെല്ലാം ദത്താപഹാരം അസ്വാരസ്യങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. ദത്താപഹാരം വംശ്യർക്കും അത്തലേകിടുമെന്നത് വ്യർത്ഥമല്ല പുരാഗീരിത് എത്രയും സത്യമോർക്കുക എന്ന ഈ ശ്ലോകത്തിൽ മഹത്തായൊരു മൂല്യത്തെയാണ് ദത്താപഹാര വർജനം എന്ന വിശേഷണം നൽകി ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രായോഗിക ജീവിതത്തിൽ ദ്വൈതഭാവനകൾ ചെലുത്തുന്ന ദുസ്വാധീനം ചൂണ്ടിക്കാട്ടി പ്രായോഗിക അദ്വൈതമാണ് ഇവിടെയും ഉപദേശിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.